ആവനാഴിയിലെ അവസാന ആയുധം പുറത്തെടുക്കുകയാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായി ബി.ജെ.പിക്ക് വേണ്ടി അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനിവാര്യമായ ആ വിധിയെ കയ്യിലേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇംപീച്ച്മെന്റ് എന്ന വജ്രായുധം പ്രയോഗിക്കുകയാണ് കോൺഗ്രസ്. കൂട്ടിന് ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. കൂട്ടിന് ഭരണപക്ഷത്ത് നിന്ന് ടി.ഡി.പിയും ജെ.ഡി.യുവും ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഇംപീച്ച്മെന്റ് എന്ന ശിക്ഷയിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രക്ഷയില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കാര്യം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്തതോടെ രാഹുലിനെ ചൊറിഞ്ഞതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖേദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതാണ് പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ച ഘടകം. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഭൂരിപക്ഷം ഇപ്പോഴും എൻ.ഡി.എക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇംപീച്ച്മെന്റ് പാസ്സാക്കുവാൻ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളെ കോൺഗ്രസിന് ആവശ്യമാണ്. ഇവിടെ ടി.ഡി.പിയുടെ നിലപാടുകൾ ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി രാഹുൽ ഗാന്ധി സംസാരിക്കാൻ സജ്ജരായി കഴിഞ്ഞു. തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് രാഹുലിനും ചന്ദ്രശേഖറിനും ഇടയിൽ നിൽക്കുന്നത്. ചന്ദ്രബാബു നായിഡു ഒപ്പം നിന്നാൽ ഇംപീച്ച്മെന്റ് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ബി.ജെ.പി വക്താവിനെ പോലെയാണ് കമ്മീഷൻ സംസാരിച്ചതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. രാഹുൽ വോട്ടർ പട്ടികയിൽ ചൂണ്ടിക്കാട്ടിയ പിഴവുകളിൽ ചിലതിന് മാത്രമാണ് കമ്മീഷൻ ഉത്തരം നൽകിയത്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച ശേഷം ഇത് തെളിയിക്കാൻ തയ്യാറാകുന്നില്ല. ഇതായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാദങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്ന കൊളീജിയത്തിലെ അംഗമാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരായ കമ്മീഷന്റെ ഈ പരസ്യ നീക്കം രാഷ്ട്രീയ തർക്കം രൂക്ഷമാക്കാൻ ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ പറഞ്ഞ പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കമ്മീഷൻ എന്നാൽ വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട്. പരാതിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്നാണ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത്. ആദ്യം പരാതി കമ്മീഷനോട് ആണ് പറയേണ്ടത്, എന്നിട്ടാകും കോടതി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരേ സ്ഥലത്ത് 100ഓളം ആൾക്കാരെ എങ്ങനെ ചേർക്കുന്നു എന്നതിനും വിശദീകരണം ഇനിയും കിട്ടിയിട്ടില്ല. വീടില്ലാത്തവർക്കാണ് 0 നമ്പർ നൽകിയത് എന്ന വാദം സർക്കാരിനും തിരിച്ചടിയാണ്. വീടില്ലാത്ത ഇത്രയും ജനങ്ങളുണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടെങ്കിലും സമാന വിഷയങ്ങൾ ഉന്നയിച്ച അനുരാഗ് താക്കൂറിനെ കുറിച്ച് കമ്മീഷൻ മൗനം പാലിച്ചതോടെ ഇനി ഇംപീച്ച്മെന്റ് എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു. നിലവിൽ ബീഹാറിൽ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധി. തിരികെ ഡൽഹിയിൽ എത്തുന്ന ദിവസം തന്നെ കമ്മീഷനെ പൂട്ടിക്കെട്ടുമെന്ന പ്രതിജ്ഞയാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്.